നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വ്യോമസേനയിൽ ഓഫീസർ അഫ്കാറ്റ് അപേക്ഷ ഡിസംബർ 31 വരെ. വനിതകൾക്കും പരിശീലനം. വ്യോമസേനയിൽ കമ്മീഷൻഡ് ഓഫീസർ തസ്തികയിൽ 336 ഒഴിവുകൾ. പുരുഷന്മാർ 263, വനിതകൾ 73. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. ഫെബ്രുവരി 22-23 തീയതികളിൽ ഓൺലൈനായി നടത്തുന്ന എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്ക് AFCAT ഈ മാസം 31 രാത്രി 11:30 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. ടെസ്റ്റിനും 2 ദിവസം 2 മണിക്കൂർ വീതമുള്ള 2 ഷിഫ്റ്റുകളുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് ക്ഷണിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ബ്രാഞ്ചുകൾ: ഫ്ലൈയിങ് ബ്രാഞ്ച് A ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ബ്രാഞ്ച് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ. B ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, വെപ്പൺ സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ, മെറ്റീരിയോളജി. C NCC സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് ബ്രാഞ്ച് അഫ്കാറ്റ് എൻട്രിക്ക് പുറമെ. ഫ്ലൈയിങ് ബ്രാഞ്ചിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ 14 വർഷമാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ 10 വർഷത്തേക്കാണ്. 4 വർഷം കൂടി നീട്ടിക്കിട്ടാം. മികവും സർവീസിലെ ആവശ്യവും പരിഗണിച്ച് ഷോർട്ട്സ് സർവീസ് കമ്മീഷൻ പെർമനന്റ് കമ്മീഷനാക്കാനും വ്യവസ്ഥയുണ്ട്. ഷോർട്ട് സർവീസുകാർക്ക് പെൻഷൻ ഇല്ല. യോഗ്യതകൾ: ബിടെക്കുകാരോടൊപ്പം മറ്റു ബാച്ചിലർ ബിരുദധാരികൾക്കും അവസരമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ എന്നിവയൊഴികെ എല്ലാത്തിനും +2 മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം. ഓരോ ബ്രാഞ്ചിലേക്കും വേണ്ട യോഗ്യതകളുടെ മിനിമം മാർക്കും മെഡിക്കൽ മാനദണ്ഡങ്ങളും വിജ്ഞാനത്തിലുണ്ട്. 2026 ജനുവരി 1 ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 20 മുതൽ 24 വയസ്സ് വരെ. പക്ഷേ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ 26 വരെ വയസ്സാകാം. ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് 20 മുതൽ 26. കോഴ്സ് തുടങ്ങുമ്പോൾ അവിഹിതരായിരിക്കണം. പരിശീലന കാലത്തും വിവാഹം പാടില്ല. 2 മണിക്കൂർ അഫ്കാറ്റിൽ 10ാം ക്ലാസ് നിലവാരത്തിൽ ന്യൂമെറിക്കൽ എബിലിറ്റി, ബിരുദ നിലവാരത്തിൽ ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം, യുക്തിചിന്ത, മിലിറ്ററി അഭിരുചി എന്നിവയിൽ 100 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ. ശരി ഉത്തരത്തിന് 3 മാർക്ക്, തെറ്റിന് 1 മാർക്ക് കുറയ്ക്കും. സിലബസ് സൂചന സൈറ്റിലുണ്ടെങ്കിലും മുൻ പരീക്ഷാ ചോദ്യങ്ങളുമായി പരിചയപ്പെട്ട് തയ്യാറെടുക്കുന്നതാണ് പ്രധാനം. ഓൺലൈൻ പ്രാക്ടീസ് ടെസ്റ്റ് സൈറ്റിലുണ്ട്. ഓൺലൈൻ ടെസ്റ്റിൽ മികവുള്ളവർ 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് AFSB ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. ഇത് കായിക മാനസിക ശേഷികൾ ആഴത്തിൽ വിലയിരുത്തുന്ന സമഗ്ര പരിശോധനയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചുകാർ ഇതിനു പുറമെ ഒറ്റ പ്രാവശ്യം മാത്രം പങ്കെടുക്കാനാവുന്ന പൈലറ്റ് അഭിരുചി പരീക്ഷയിലും CPSS എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം വിജയിക്കേണ്ടതുമുണ്ട്. നിർദ്ദിഷ്ട മെഡിക്കൽ പരിശോധനയുമുണ്ട്. NCC സ്പെഷ്യൽ എൻട്രി വിഭാഗക്കാരെ അഫ്കാറ്റ് കൂടാതെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് ടെസ്റ്റിന് വിളിക്കും. അപേക്ഷാ ഫീ 550 രൂപയും GSTയും. NCC സ്പെഷ്യൽ എൻട്രിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. പൂർണ്ണ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾക്കും കരിയർ indianeirforce.cdac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. അപേക്ഷാ രീതി വിജ്ഞാപനത്തിലുണ്ട്. സംശയ പരിഹാരത്തിന് ഫോൺ നമ്പർ 020-255-03105. ഇമെയിൽ afcatcell@cdac.in എന്ന മെയിലിൽ അയക്കാം. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.